ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് എന്താണെന്ന് നോക്കാം അല്ലേ. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാനും മറന്നു പോകരുത്. ഇന്ന് മോൾക്ക് മദ്രസയുണ്ട്. അപ്പോൾ കുറച്ച് ദിവസത്തെ അവധിക്ക് ശേഷം മദ്രസയൊക്കെ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തല്ലോ അല്ലേ. അപ്പോൾ മോളെ മദ്രസയിലേക്കൊക്കെ വിട്ടു. കാലത്ത് 7 മണിക്കായതുകൊണ്ട് അത്രയ്ക്ക് കുട്ടികളൊന്നുമില്ല. പിന്നെ വെക്കേഷനും കൂടി ആയതുകൊണ്ട് കുട്ടികൾ കുറവായിരിക്കും അല്ലേ. കാലത്ത് തന്നെ കുറച്ച് വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചായൻ്റെ കൂടെ ബിസ്ക്കറ്റും കൂടെയാണ് കഴിക്കുന്നത്. പതിവ് പോലെ ഇന്നും ഞാൻ കാലത്തുള്ള റൂട്ടീൻസൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും കാലത്ത് നിന്ന് തന്നെ വീഡിയോ എടുക്കുമ്പോൾ അതൊരു ഭംഗിയുള്ള വ്ലോഗായിട്ട് തോന്നാറുള്ളൂ. എനിക്ക് തോന്നുന്നതാണോ എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ അതിൻ്റെ തോന്നലാവാം. അതെന്തോ ആവട്ടെ, തലേന്ന് രാത്രി ഗ്രീൻ പീസ് കഴുകി കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഗ്രീൻ പീസ് കറി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കുതിർക്കാനായിട്ട് വെച്ചത്. പക്ഷേ ഇക്ക വരുമ്പോൾ ചിക്കനും കൂടെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കരുതി ചിക്കൻ കറി വെച്ചാലോ എന്ന്. പക്ഷേ ഗ്രീൻ പീസ് എന്തായാലും വെച്ചതല്ലേ, അതെന്തായാലും കറി വെക്കാമെന്ന് വിചാരിച്ചു. ഇക്കാക്ക് ഗ്രീൻ പീസ് കറി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇക്കാക്ക് ചിക്കൻ കറിയൊന്നും അങ്ങനെ ഇഷ്ടമല്ല, മീറ്റ് ഐറ്റംസ് ഒന്നും കഴിക്കാറില്ല. അപ്പോൾ ഗ്രീൻ പീസൊക്കെ വേഗം കഴുകി കുക്കറിലാക്കിയിട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കൻ കറി വെക്കുന്ന കാര്യം ഞാൻ പിന്നെ ആ പ്ലാൻ മാറ്റി ഉച്ചക്കത്തേക്ക് വെക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് നേരം കഴിഞ്ഞാൽ എൻ്റെ താത്തയും മക്കളൊക്കെ വരും. അപ്പോൾ ഇന്ന് നെയ്ച്ചോറും ചിക്കൻ കറിയും വെക്കാമെന്ന് പ്ലാൻ ചെയ്തു. അതുകൊണ്ടിപ്പോൾ ഗ്രീൻ പീസ് കറി വെച്ചിട്ട് പത്തിരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. തലേ ദിവസം തന്നെ പത്തിരി പരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും പത്തിരിയും ഗ്രീൻ പീസ് കറിയും കൂടി കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല ഐസായിട്ട് കിടക്കുന്നുണ്ട് ചിക്കൻ. ഫ്രീസറിലാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ല ഐസായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ വേഗം അതിൽ വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ഐസ് ഇടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഗ്രീൻ പീസ് കറിക്ക് വെക്കാനുള്ള തേങ്ങ ഒന്ന് പൊട്ടിച്ചെടുക്കലാണ്. നിങ്ങളിത് കണ്ട് തന്നെ നോക്കിക്കോ. ഞാൻ എത്ര തവണ കൊട്ടിയിട്ടാണ് അത് പൊട്ടുന്നത്. ഒരുപാട് തവണ തേങ്ങ ഇതുപോലെ ഇട്ട് അടിച്ചാലേ ലാസ്റ്റായിട്ട് പൊട്ടി വരുള്ളൂ. ദേഷ്യം വരും എനിക്ക്. ഇതെന്താ പൊട്ടാത്തതെന്നായിരിക്കും എനിക്ക് തോന്നിപ്പോവുക. അത്രയും ഞാൻ തട്ടിയാലും അതിനൊരു അനക്കവും സംഭവിക്കാറില്ല. കുറേ നേരം പൊട്ടിക്കും, എന്നാലും പൊട്ടില്ല. പിന്നെ കുറച്ച് പൊട്ടിയാലും വിട്ട് വരാൻ കുറച്ച് പാടായിരിക്കും. ഇന്നിപ്പോൾ പെട്ടെന്ന് വിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ടാണ് ഇത്ര നേരം കിടന്ന് പ്രയാസപ്പെട്ടത്. പിന്നെ സിങ്കിൽ വെച്ചിട്ട് പൊട്ടിച്ചത് കൊണ്ട് അതിൻ്റെ ചെറിയൊരു നാരൊക്കെ സിങ്കിൽ വീണിട്ടുണ്ടാവും. എനിക്ക് അങ്ങനെയുള്ളതൊന്നും സിങ്കിൽ കിടക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് അത് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കാനായിട്ട് നോക്കും. ജസ്റ്റ് വെള്ളം ഒഴിച്ചിട്ടെങ്കിലും വിടും. അപ്പോൾ അത് ആ കുഴിയിൽ പോയിട്ട് നിൽക്കുമല്ലോ. അപ്പോഴേക്കും കുക്കറിൽ വിസിലൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇന്ന് കാലത്ത് തന്നെ ചെറിയൊരു മഴേൻ്റെ ലക്ഷണമൊക്കെ ഉണ്ടായിരുന്നു. മഴ പെയ്യുമെന്ന് തന്നെ വിചാരിച്ചതാണ്, പക്ഷേ പെയ്തൊന്നുമില്ല. മഴ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഇട്ട് വലപ്പിക്കുന്നുണ്ട് അല്ലേ. ഇന്ന് പെയ്യണോ നാളെ പെയ്യണോ എന്നൊക്കെ ആലോചിച്ചിട്ട് ഈ ഒരു ചൂടിൽ നല്ലൊരു മഴ പെയ്താൽ എന്തൊരു ആശ്വാസമായിരിക്കും അല്ലേ. മഴയ്ക്ക് വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയായിരിക്കും. എന്നാലും അവിടെ അവിടെയായിട്ട് മഴ പെയ്യുന്നുണ്ട് എന്നുള്ള വാർത്തയും കേൾക്കുന്നുണ്ട്. എല്ലാവരുടെയും ഒരുപോലെ മഴ പെയ്യാൻ സാധിക്കട്ടെ. പിന്നെ മഴ വരുന്ന സമയത്ത് ശക്തിയോടെ ആയിരിക്കും ഇനി ചിലപ്പോൾ വരിക. അപ്പോൾ എല്ലാവരും മുൻകരുതലോടുകൂടി ഇരിക്കുക. ഈ ചൂടിലാണെങ്കിൽ ഒന്നും ചെയ്യാനും തോന്നില്ല, ഒരു ഇൻട്രസ്റ്റും ഇല്ല. ഭയങ്കര ചൂട്. ഫാനിൻ്റെ താഴെ തന്നെ ഇരിക്കാനായിട്ടേ തോന്നുള്ളൂ അല്ലേ. ഞാനിപ്പോൾ കറിയൊക്കെ സെറ്റാക്കി കുക്കറിലാക്കി വെച്ചിട്ടുണ്ട്. കറി ഇന്ന് കുക്കറിൽ തന്നെയാണ് വെക്കുന്നത്. ഇനിയിപ്പോൾ ചട്ടിയിൽ വേറെ മൺചട്ടിയിലാക്കി വെക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ വേഗം കറി കുക്കറിൽ തന്നെ വെക്കാമെന്ന് വിചാരിച്ചു. തലേ ദിവസം വൈകിട്ട് തന്നെ പത്തിരി പരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് പത്തിരിയാണ് ബ്രേക്ക്ഫാസ്റ്റ്. ഇന്ന് ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ ഒരു ലീവ് കൊടുത്തിരിക്കുകയാണ്. എന്തായാലും കുറേ ആയി പത്തിരി കഴിക്കാനൊരു തോന്നൽ. അപ്പം എന്തായാലും പത്തിരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കാലത്ത് തന്നെ പത്തിരി കുഴയ്ക്കാനും പരത്താനും ഒക്കെ നിൽക്കുന്നത് ഇപ്പോൾ ഭയങ്കര മടിയായിട്ടുണ്ട്. എനിക്ക് നേരത്തെ ഒന്നും വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. ഇപ്പോൾ വലിയൊരു മടിച്ചിയായിട്ടുണ്ട് ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് പത്തിരി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ തലേന്ന് തന്നെ ഞാൻ പത്തിരി കുഴച്ച് പരത്തിയൊക്കെ റെഡിയാക്കി വെക്കും. കാലത്ത് എണീറ്റാൽ അത് ചുടേണ്ട ആ ഒരു സെറ്റപ്പിലായിരിക്കും ഞാൻ വെച്ചിട്ടുണ്ടാവുക. അത് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് ഈസി ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഇതുപോലെ ബലൂണായിട്ട് വീർത്ത് വരുന്ന പത്തിരി അത് കാണുമ്പോൾ തന്നെ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. നല്ലൊരു സമാധാനം, നല്ലൊരു സന്തോഷമായിരിക്കും കിട്ടുക. നമ്മൾ ഉണ്ടാക്കിയ പത്തിരി അടിപൊളിയായി എന്നുള്ളൊരിതിൽ.
പിന്നെ കുറച്ച് എസ്തെറ്റിക്കായിട്ട് വീഡിയോസൊക്കെ എടുക്കാൻ നോക്കിയതാണ്. എസ്തെറ്റിക് ആയോ ഇല്ലയോ എന്നുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് പേര് ഒത്തിരി കമൻറ്റ്സ് ചെയ്യുന്നുണ്ട്. ഞാൻ അറിയാതെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ ഒരുപാട് നന്ദി. എപ്പോഴും എല്ലാ വീഡിയോയിലും പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, നിങ്ങളിത് കാണുമ്പോൾ നിങ്ങൾക്കും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊക്കെ തോന്നിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് എല്ലാ വീഡിയോസിലും ഞാൻ എടുത്തെടുത്ത് പറയുന്നത്. നമ്മുടെ ചാനലിൻ്റെ ഗ്രോത്തിന് നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഒക്കെ മസ്റ്റായിട്ട് വേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഒരുപാട് പേര് വാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. വീഡിയോസൊക്കെ ഒരുപാട് പേര് വാച്ച് ചെയ്യുന്നുണ്ട്. അതിലൊക്കെ ഒത്തിരി സന്തോഷം. നിങ്ങൾ ആ ഒരു കാണുന്ന ആ ഒരു ടൈം കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ ജസ്റ്റ് ഒരു ഇമോജി എങ്കിലും കമൻ്റായിട്ട് ഇട്ട് നോക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലും കുറച്ച് ഗ്രോത്തായി കിട്ടും. പിന്നെ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോഴേക്കപ്പോഴേ തന്നെ നോട്ടിഫിക്കേഷനായിട്ടും കിട്ടും. അപ്പോൾ കറിയൊക്കെ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഗ്രീൻ പീസ് കറി സാധാരണ എല്ലാവരും വെക്കുന്നത് പോലെ തന്നെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ ഇതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ മുമ്പത്തെ വീഡിയോസിലൊക്കെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് വെറുതെ അതിനെ തന്നെ പറയണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ വേറെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ കറി ഒന്ന് താളിച്ചെടുക്കണം. പിന്നെ പത്തിരി അവിടെ ചുടൽ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. വേഗം തന്നെ താളിച്ച് കൂട്ടുന്നുണ്ട്. പത്തിരി ഇതുപോലെ വീർത്ത് വരുന്നത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് കാണാൻ. എത്ര പറഞ്ഞാലും മതിയാവുന്നില്ല അല്ലേ. പിന്നെ കാലത്ത് തന്നെ ഇതുപോലുള്ള സൺലൈറ്റിൻ്റെ ആ ഒരു വെളിച്ചത്തിൽ ഇങ്ങനെ ഈ പ്ലാന്റ്സൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അത് പ്ലാന്റ്സിനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അറിയുള്ളൂ. ഈ സൺലൈറ്റിൽ ഈ പ്ലാന്റ്സ് കാണുമ്പോൾ അതൊരു പ്രത്യേക തിളക്കത്തിലൊക്കെ ആയിരിക്കും കാണാൻ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വീഡിയോസിൽ മിക്കവാറും ഏതെങ്കിലും ഒരു മുക്കിലോ മൂലയിലോ ഒക്കെ ആയിട്ട് ചെറിയൊരു പ്ലാന്റ്സിൻ്റെ ഇലയെങ്കിലും കാണിക്കുന്നത്. എനിക്ക് നല്ല ഭംഗിയായിട്ട് തോന്നിയിട്ടുണ്ട്. ആ ഒരു പ്ലാന്റ്സിൽ ആ ഒരു സൂര്യപ്രകാശത്തിൻ്റെ തിളക്കമൊക്കെ കിട്ടുമ്പോൾ വീഡിയോയ്ക്ക് പ്രത്യേകതരം ഒരു ഭംഗി ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതോ ഇത് ഒഴിവാക്കണോ എന്നുള്ളതൊക്കെ നിങ്ങൾ കമൻ്റായിട്ട് പറഞ്ഞാൽ ഞാൻ അതുപോലെ ചെയ്യാം. അങ്ങനെ കറിയൊക്കെ വേഗം താളിച്ചെടുത്തിട്ടുണ്ട്. കുക്കറിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. കുക്കറിൽ നിന്ന് കുറച്ച് കഴിഞ്ഞിട്ട് മാറ്റാമെന്ന് വിചാരിച്ചു. അപ്പോൾ പത്തിരി ചുടൽ കഴിഞ്ഞിട്ടില്ല. പത്തിരി ചുട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോഴേക്ക് ഇക്കാക്ക് സമയമായിട്ടുണ്ടായിരുന്നു വർക്കിന് പോകാനായിട്ട്. അപ്പോൾ വേഗം ഇക്കാക്ക് കഴിക്കാനൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കഴിക്കാനൊക്കെ കൊടുത്ത് ഇക്ക കിച്ചണിൽ തന്നെയാണ് ഇരുന്ന് കഴിക്കാറ്. മിക്കവാറും കിച്ചണിൽ തന്നെയായിരുന്നു കഴിക്കാറ്. കാര്യം ഞാൻ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇക്ക അവിടെ ഇരുന്ന് കഴിച്ച് എന്നോട് എന്തെങ്കിലുമൊക്കെ വർത്താനം പറഞ്ഞ് അങ്ങനെ കഴിച്ച് നമ്മൾ ചെയ്യുന്നതിൻ്റെ ആ ഒരു റിസ്ക് അറിയില്ല. നമ്മുടെ കൂടെ ഒരാളുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര ഹാർഡ് വർക്കാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ആ ഒരു ചെറിയൊരു റിലീഫ് കിട്ടുമല്ലോ. അപ്പോൾ ഇതൊരു ലുക്ക് നല്ല ഭംഗിയുണ്ടല്ലേ. ആവി പറക്കുന്ന ഗ്രീൻ പീസ് കറിയും നല്ല ചൂടുള്ള പത്തിരിയും നല്ല ഭംഗിയായിട്ട് തോന്നി എനിക്കിത് വീഡിയോ എടുത്ത് വെച്ചപ്പോൾ. പിന്നെ അങ്ങനെ ഇക്കാക്ക് കഴിക്കാനൊക്കെ കൊടുത്ത് ഇക്കാനെ വിട്ടാക്കി. പിന്നെ പത്തിരിയൊക്കെ പരത്തലും കിച്ചൺ ക്ലീനിങ്ങും പാത്രം കഴുകലൊക്കെ കഴിഞ്ഞു. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ തൊലിച്ച് വെച്ചിട്ടുണ്ട്. അതൊന്ന് പേസ്റ്റാക്കി വെക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുകയാണ്. പിന്നെ ഈ ഒരു വ്ളോഗ് 2 പാർട്ടായിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്, ഇടാനായിട്ട് പോസ്റ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇത് രണ്ടും ഒരു ദിവസം എടുത്ത വീഡിയോ തന്നെയാണ്. പക്ഷേ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ 20-25 മിനിറ്റിൻ്റെ വലിയൊരു വ്ളോഗായിട്ട് വന്നു. അപ്പോൾ എന്തായാലും അത്രയും വലിയൊരു വ്ളോഗ് എൻ്റെ ചാനലിൽ ഇട്ടാൽ പിന്നെ ആരെങ്കിലും കാണുമോ ഇല്ലയോ എന്നുള്ളത്, ഫുള്ളായിട്ട് കാണുമോ ഇല്ലയോ എന്നുള്ളത് ഡൗട്ടാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ബോറായിരിക്കുമല്ലോ വലിയ വീഡിയോസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 പാർട്ടായിട്ട് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉച്ചയ്ക്ക് ഉള്ള പ്രിപ്പറേഷൻസ്, ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻസൊക്കെ നെക്സ്റ്റ് പാർട്ടായിട്ടായിരിക്കും വരിക. അപ്പോൾ നിങ്ങൾ അതും വെയിറ്റ് ചെയ്തിട്ട് അത് കാണുക. ഇതിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇതിന് ശേഷമുള്ള വീഡിയോസൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നെക്സ്റ്റ് വ്ളോഗിലാണ്. അപ്പോൾ നെക്സ്റ്റ് വ്ളോഗ് ഉടൻ തന്നെ ഇടാനായിട്ട് നോക്കാം. അപ്പോൾ ഈ ഒരു വ്ളോഗിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടായിരിക്കും ആ ഒരു വ്ളോഗ് വരിക. അപ്പോൾ നിങ്ങളത് ഓർക്കണം കേട്ടോ. നെക്സ്റ്റ് വ്ളോഗ് എന്തായാലും പെട്ടെന്ന് തന്നെ ഇടാനായിട്ട് നോക്കാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റൊക്കെ ഞാൻ ഇതുപോലെ
ഇതുപോലുള്ള ഏതെങ്കിലും ഐസ്ക്രീം ബോക്സിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കണ്ടെയ്നറിലാക്കിയിട്ടായിരിക്കും ആക്കി വെക്കാറ്. ഇഞ്ചി വേറെ വെളുത്തുള്ളി വേറെ ആയിട്ടാണ് ഞാൻ പേസ്റ്റ് ആക്കി വെക്കുക. ചില സമയങ്ങളിൽ കുറച്ചൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ടും ഒപ്പം അടിച്ച് വെക്കാറുള്ളൂ. ഇതിപ്പോൾ കുറച്ചധികം ഉണ്ട്, അപ്പോൾ രണ്ടായിട്ട് പാർട്ട് ചെയ്ത് വെക്കും. അതാവുമ്പോൾ വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് മാത്രം വേണം എന്നുള്ള സമയത്ത് വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് മാത്രമായിട്ട് എടുക്കാമല്ലോ. ഇതിപ്പോൾ രണ്ട് ഭാഗമായിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല യൂസ്ഫുള്ളാണ്. രണ്ടും ഒരുപോലെ എടുക്കാനായിട്ട് പറ്റും. ഫ്രിഡ്ജിൽ അധികം പാത്രങ്ങളൊന്നും വെച്ച് ഫുള്ളാക്കുകയും വേണ്ട. പിന്നെ ഈ ഒരു സമയത്താണ് മോൾ മദ്രസ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നത്. മോളുടെ ഒപ്പം കഴിക്കാമെന്ന് കരുതിയിട്ടാണ് ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടിരുന്നത്. മോൾ വന്നപ്പോൾ വേഗം കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചോട്ടെ, ബാക്കി നെക്സ്റ്റ് വ്ളോഗായിട്ട് വരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും വിട്ടുപോകരുത്. ഓക്കെ, ബൈ.